ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്റർ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുമല്ല, ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 3 തരത്തിലുള്ള ജനജീവിതത്തിൻ്റെ ഒരു പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. നഗരം, ഗ്രാമം, പിന്നെ തീരെ അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരുടെ. അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെയാണ് ഈ സമൂഹം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഗോത്രം. എന്താണ് ഗോത്രം? ഗോത്രം എന്ന് വെച്ചാൽ ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. ഓക്കെ, എന്താണ്? ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് എന്ത്? ഗോത്ര സമൂഹം. അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ ഒരു പൊതുപ്രദേശത്ത് താമസിക്കും. അവർക്കൊരു പ്രത്യേകം ഭാഷ ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് മറ്റുള്ളവരായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് പ്രത്യേകം ആചാരാനുഷ്ഠാനങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കേരളത്തിൽ ഗോത്ര സമൂഹങ്ങളിൽ ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവർക്കൊരു തനതായ ജീവിത രീതിയുണ്ട്. പിന്നെന്താണ്, ഇവരെന്താണ് നമ്മൾ ആദിവാസി എന്നും പറയും. അതായത് നമ്മുടെ ആദ്യകാലത്തുള്ള സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് ഇവർ. ഓക്കെ, പിന്നെ ഇവർ കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? കാടിലും കുന്നിൻ ചെരുവുകളിലൊക്കെയുള്ള ഉൾപ്രദേശങ്ങളിലാണ് അവർ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട താഴ്വര, ദ്വീപ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഗോത്രവർഗ്ഗക്കാർ കാണുന്നത്. അപ്പോൾ കേരളത്തിലുള്ള വിവിധ ഗോത്രവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പണിയർ, കുറിച്യർ, കാടർ, കൊറകർ, കുറുമ്പർ, ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഗോത്ര വർഗ്ഗക്കാർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗോത്ര സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും. ഗോത്രവർഗത്തിൽ പെടുന്നവർ എവിടെയാണ് താമസിക്കുന്നത്? മലയോരങ്ങളിൽ, വനങ്ങളിൽ, പിന്നെ കുന്നിൻ മുകളിൽ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ, താഴ്വര അങ്ങനെയുള്ളിടത്തൊക്കെ അവർ ഒരുമിച്ച് ഒരു കൂട്ടായിട്ടായിരിക്കും താമസിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സമൂഹങ്ങളായിട്ട് ഒരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല. അവർ വേറിട്ടൊരു ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടാവുക. പിന്നെ അവരെന്തൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നുണ്ടാവുക? വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, അതിൽ മിക്കവരും അവർക്കൊരു പരമ്പരാഗതമായ കുലത്തൊഴിലുണ്ടാവും. അത് ചെയ്യുന്നവരായിരിക്കും മിക്കവരും അതിലുള്ളത്. ഓക്കെ, പിന്നെ ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടായിരിക്കും. ചിലതിന് ഒന്നും ലിപി ഉണ്ടാവില്ല. ലിപി ഇല്ലാണ്ട് വെറുതെ ഒരു സംസാര ഭാഷയായിരിക്കും അത്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ ഗോത്ര സമൂഹം, മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നമുക്ക് നോക്കാം. വേണ്ടിയാരെന്ന് വെച്ചാൽ ഭാര്യയാണ്, വേത്താര് എന്ന് വെച്ചാൽ ഭർത്താവ്, അപ്പൻ എന്ന് വെച്ചാൽ അച്ഛൻ, പേപ്പൻ എന്ന് വെച്ചാൽ അപ്പൂപ്പൻ, മോളാര് എന്ന് വെച്ചാൽ മകള്, പിന്നെ മോനാര് എന്ന് വെച്ചാൽ എന്താണ്? മകൻ, ആച്ചി എന്ന് വെച്ചാൽ ചേച്ചി, ചാട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠ എന്നൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ അവരുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പദങ്ങളാണ്. ഓക്കെ, പിന്നെ അവർ കൂടുതലായിട്ടും പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്നതായിരിക്കും. പിന്നെന്താണ്, അവരുടെ കുറേ കാര്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഗോത്ര സമൂഹം അവരുടെ ചരിത്രമോ അറിവുകളൊന്നും എഴുതി വയ്ക്കാറില്ല. അതിങ്ങനെ എന്തായിട്ടാണ്? നാട്ടറിവുകളും അതുപോലെ തന്നെ നാടൻ പാട്ടുകളും ഐതിഹ്യങ്ങളായിട്ടൊക്കെ ആയിട്ടായിരിക്കും മറ്റുള്ളവർക്ക് പരിചിതമായിരിക്കുക. പിന്നെ എന്താ പറയുക, അവർക്ക് തനതായിട്ടുള്ള കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും, എന്നാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു മലവേടർ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രകൃതി ഗീതമാണിത്. ഓക്കെ, ഇനി ഈ ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ആ സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഊര്. ഈ ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവിൻ്റെ പേരായിരിക്കും, ആ നേതാവിനെ വിളിക്കുന്നത് ഊര് മൂപ്പൻ എന്നാണ് അവർ ആദരവോടുകൂടി വിളിക്കുക.
ഉം. അദ്ദേഹമായിരിക്കും അവിടുത്തെ ഭരണത്തിന് നേതൃത്വം നൽകുക. പിന്നെന്താണ്, ഈ വിവാഹം, അതുപോലെ തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ, ഇവയ്ക്കൊക്കെ തീരുമാനം എടുക്കാൻ ഈ മൂപ്പനും അതുപോലെ മൂപ്പനടങ്ങുന്ന കുറച്ച് അംഗങ്ങളും കൂടി ഒരു സമിതിയായിരിക്കും അവിടുത്തെ പരമാധികാരം അങ്ങനത്തെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഗ്രാമസമൂഹം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവിടെ കൃഷി ചെയ്യുന്നുണ്ടാവും, വിദ്യാലയം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അവർ പരസ്പരം അടുത്തറിയുന്നതായിരിക്കും, അവർ തമ്മിൽ നല്ല അടുപ്പുണ്ടായിരിക്കും, പിന്നെ വേഷം ലളിതമായിരിക്കും, ജീവിതം അത്ര സങ്കീർണതയേറിയ ജീവിതമൊന്നും അവർ നയിക്കില്ല. മെയിനായിട്ട് അവർ കൃഷിയായിരിക്കും ചെയ്യുക. പിന്നെ ആ ഗ്രാമങ്ങളിൽ പരമ്പരാഗതമായിട്ട് നടത്തിപ്പോരുന്ന തൊഴിലുകളായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുക. കൈത്തൊഴിലുകൾ, അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മെയിനായിട്ടുള്ള ഉപജീവന മാർഗം. പിന്നെ അവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. പിന്നെ പല കൂട്ടുകുടുംബങ്ങളും ഓരോ കൂട്ടുകുടുംബത്തിനും അവരുടേതായിട്ടൊരു കുലത്തൊഴിലുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അവർ അയൽപ്പക്കക്കാരായിട്ട് ബന്ധം പുലർത്തുന്നതായിരിക്കും. പിന്നെന്താ, എല്ലാ ചടങ്ങുകളിലും ഉത്സവങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുക്കും. അതുപോലെ തന്നെ അവർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. പിന്നെന്താ, അവിടെ ആഘോഷങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതായത് കൊയ്ത്തുത്സവം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഗ്രാമങ്ങളിലുള്ളവർ. ഇന്ത്യ ഇന്നൊരു ഗ്രാമങ്ങളുടെ നാടാണ്. ഓക്കെ, പക്ഷേ പല ഗ്രാമങ്ങളും ഇപ്പോൾ പട്ടണങ്ങളായിട്ട് മാറും, പട്ടണങ്ങൾ വീണ്ടും നഗരങ്ങളായിട്ട് മാറും, അതുപോലെ തന്നെ നഗരങ്ങൾ വൻ നഗരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറുന്ന ഗ്രാമങ്ങൾ എന്നൊക്കെയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോണത്. കാരണം എന്താണ്, ഗ്രാമങ്ങൾ അങ്ങനെ മാറാൻ കാരണം വിദ്യാഭ്യാസം, തൊഴിൽ ഒക്കെ ആകർഷണീയത കൂടി. അതായത് അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് കുലത്തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലികളിലും മറ്റും അവർ പോയി തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഗ്രാമങ്ങൾ ഇന്ന് മാറി തുടങ്ങിയത്. അതായത് ഇപ്പോൾ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി അങ്ങനെയുള്ള നഗരങ്ങളിലേക്കൊക്കെ എല്ലാവരും കുടിയേറി പാർത്തു തുടങ്ങി. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നഗര സമൂഹത്തിനെ കുറിച്ചാണ്. എന്തൊക്കെയായിരിക്കും നഗര സമൂഹത്തിൻ്റെ സവിശേഷതകൾ? അവിടെ വൈവിധ്യങ്ങളുടെ തന്നെ ഒരു കേന്ദ്രമായിരിക്കും അല്ലേ. പലരും പല ഭാഷ സംസാരിക്കുന്നു, പല വേഷങ്ങൾ അണിയുന്നു, അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ തന്നെ പല രീതിയിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പലതരം തൊഴിലുകളുണ്ടായിരിക്കും. ഓക്കെ, അതായത് വ്യവസായം, വ്യാപാരം എന്നിവയൊക്കെ അവിടെ നഗരങ്ങളിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക സാമൂഹിക വർഗങ്ങളെ തന്നെ അവിടെ ഉണ്ടാക്കുന്നു. തൊഴിൽ സംഘടനകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കും. അതായത് ഫ്ലാറ്റുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബംഗ്ലാവുകളൊക്കെ അവിടുത്തെ ഒരു പ്രത്യേകതയായിരിക്കും. പിന്നെ അവിടുത്തെ ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫാഷനുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആധുനിക ജീവിത ശൈലികളായിരിക്കും പിന്തുടരുന്നുണ്ടാവുക. പിന്നെ ഒരു വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരിക്കും. അതുപോലെ തന്നെ അവിടെ കൂടുതൽ ജനസാന്ദ്രത ഉണ്ടായിരിക്കും. ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിനോടനുബന്ധിച്ച് ചേരി പ്രദേശങ്ങളും കണ്ടുവരുന്നുണ്ട്. അതായത് പല തട്ടിലുള്ള ആൾക്കാർ ഒരു നഗരത്തിലുണ്ടാവും. വലിയൊരു സമ്പന്നനും ഒരു പക്ഷേ ഒട്ടും കാശില്ലാത്ത ഒരു ദരിദ്രനും ആ നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നഗരങ്ങളിലെ ഒരു ഗതാഗത കുരുക്കിൻ്റെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അതായത് വാഹനങ്ങൾ കൂടുന്നതുകൊണ്ട് നമ്മുടെ വായു മലിനീകരണം കൂടുന്നു, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നഗരത്തിൽ എന്താണ്, പലവിധ സൗകര്യങ്ങളും ഉണ്ട്. എന്നാലും നഗരജീവിതം എന്താണ്, ദുഷ്കരം തന്നെയാണ്. എന്താ പറയുക, പലതരം പ്രശ്നങ്ങൾ അവിടെ ജീവിക്കുന്നതിന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടായേക്കാം. ഓക്കെ, അസുഖങ്ങളൊക്കെ കൂടുതൽ പടരാൻ സാധ്യത നഗരങ്ങളിലാണ്.
ഇനി നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നഗരം ഒരു ചിട്ടയോടുകൂടി ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, പിന്നെ അവിടെ എല്ലാ നഗരങ്ങളിലും ഒരു പാർപ്പിട നയം കൊണ്ടുവരിക പൊതുവായിട്ട്, പിന്നെ ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെ നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 3 വിഭാഗക്കാരെയാണ് പറയുന്നത്. ഒന്ന് ഗോത്ര സമൂഹത്തിൽപ്പെട്ടവരെ, പിന്നെ ഗ്രാമത്തിൽ ജീവിക്കുന്നവരെ, പിന്നെ നഗര ജീവിതം. ഇതാണ് പറയുന്നത്. അതായത് ഭൂരിഭാഗം ഗോത്ര സമൂഹങ്ങളും താമസിക്കുന്നത് എവിടെയാണ്? മലയോരങ്ങളിലും പിന്നെ ഉൾപ്രദേശം. അതായത് അവരൊരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് തനതായിട്ട്, ഗോത്ര സമൂഹത്തിന് തനതായിട്ടൊരു സംസ്കാരം, ജീവിത രീതിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഭാഷയും സംസ്കാരവും അവർ ഒരിക്കലും എഴുതി വെക്കില്ല ചരിത്രമൊന്നും. അതിന് പകരം വാമൊഴിയിലൂടെയാണ് അവർ കൈമാറ്റം ചെയ്യുക, നാടൻ പാട്ടായിട്ടും അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി ഗ്രാമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അവർ കൃഷിയിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ ജീവിച്ചു പോന്നു, തൊഴിലുകൾ ചെയ്തു പോരുന്നു. അതുപോലെ തന്നെ കുടുംബം, അയൽപ്പക്കം, അതിനൊക്കെ അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഘോഷങ്ങളും അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ നഗരസമൂഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ സാമൂഹിക വൈവിധ്യം, തൊഴിൽ വിഭജനം, സാമൂഹിക ചലനക്ഷമത ഒക്കെ അവിടുത്തെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചേരികൾ, മലിനീകരണം, ഗതാഗതക്കുരുക്ക്, ഇതൊക്കെയാണ് നഗര സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ. എന്നാൽ ചിട്ടയോടെ ഒരു നഗരം ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതിന്, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്ത ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനം. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കുറച്ച് അധികം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നൗറു എന്ന ഒരു രാഷ്ട്രത്തിനെ കുറിച്ചാണ്. അത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു 21 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു രാജ്യമാണത് നൗറു. അതായത് ഒരു ദ്വീപാണ്. അതിനെക്കുറിച്ച് നാഷണൽ ജോഗ്രഫിക്ക് 1976 വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ ഒരിക്കൽ നിറയെ പച്ചപ്പുള്ള ഒരു ദ്വീപായിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ഒരു ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു. പക്ഷേ ഇന്നെന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ തരിശ് ഭൂമിയാണ്. കാരണം എന്താണ്? അവിടെ 1888 ജർമ്മനി അവിടെ ഒരു കോളനി സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ അവിടെ നിന്ന് ഫോസ്ഫേറ്റ് ഖനനം ചെയ്തു തുടങ്ങി. ആ ഖനനം തുടങ്ങിയതോടുകൂടി ആ ദ്വീപ് ആകെ നാശത്തിലേക്ക് പോയി തുടങ്ങി. 1-ാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവരൊക്കെ വന്ന് അവിടെ വീണ്ടും ഖനനം തുടങ്ങി. അങ്ങനെ അവിടെ എന്താ പറയുക, ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ എന്താ പറയുക, അവിടുത്തെ സസ്യാവരണം, ഫോസ്ഫേറ്റ് ഖനനം ചെയ്യുമ്പോൾ അറിയാമല്ലോ, പ്രകൃതിക്ക് ഭയങ്കര പ്രശ്നമാണ്. അവിടുത്തെ സസ്യങ്ങളൊക്കെ അതോടുകൂടി പോയി. ആ സസ്യങ്ങളില്ലാണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? പക്ഷികളും ജന്തുക്കളും ഒന്നും ഇല്ലാണ്ടാവും. എല്ലാവരും തന്നെ നാമാവശേഷമായി. അങ്ങനെ അവിടുത്തെ പരിസ്ഥിതി തന്നെ ആകെ മാറി എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അവിടുത്തെ ഫോസ്ഫേറ്റ് നിക്ഷേപവും എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. അങ്ങനെ അതൊരു നൗറു എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറി. അങ്ങനെയാണ് ഈ നൗറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കഥ. അങ്ങനെയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ധാതു വിഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും സമ്പന്നമാവും, പിന്നീട് അതിൻ്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത ഒരു രാജ്യമാണത് നൗറു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനിയാണ് ഈ ചാപ്റ്ററിലെ പ്രധാന കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്താണ് വിഭവങ്ങൾ? വിഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ നാം കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ എന്ത് നാം പറയും? വിഭവങ്ങൾ. എന്താണ് വിഭവങ്ങൾ? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ നാം വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രമാണ് ശിലകൾ, ജലം, മണ്ണ്,
കാറ്റ്, ധാതുക്കൾ, സൂര്യപ്രകാശം ഇവയെല്ലാം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളല്ലേ. അതുകൊണ്ട് തന്നെ ഇവയെ വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗമായ ഇത്തരം വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എല്ലാം തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങളാണ്. അതിൽ ചിലത് ജീവന് ഇല്ലാത്തവയും ഉണ്ടാകും, അതിൽ ചിലത് ജീവനുള്ളതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജീവനുള്ള വിഭവങ്ങളെ നമ്മൾ എന്ത് പറയും? ജൈവ വിഭവങ്ങൾ എന്ന് പറയും. ഓക്കെ, ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങൾ എന്നും ജീവനില്ലാത്തവയെ നമ്മൾ എന്ത് വിളിക്കും? അജൈവ വിഭവങ്ങൾ എന്നും. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന പല പ്രകൃതി വിഭവങ്ങളും എക്കാലത്തും ലഭ്യമായതുണ്ടാവും, എന്നാൽ അത് തീർന്നു പോകുന്നവയും ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും അങ്ങനെ? ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്: കാറ്റ്, കൽക്കരി, ജലം, പ്രകൃതിവാതകം, സൂര്യപ്രകാശം, വനം, പെട്രോളിയം, മണ്ണ്, ഇരുമ്പയിര്. ഇപ്പം ഇതിലൊക്കെ നേരത്തെ ഫോസ്ഫേറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതൊരു വിഭവമായിരുന്നു. അത് നൗറൂലത്തെ കാര്യം കേട്ടോ. അത് നമ്മൾ ഉപയോഗിച്ച് ഖനനം ചെയ്ത് തീർന്നുപോയി. അപ്പോൾ അത് ഒരു തീർന്നു പോകുന്ന ഒരു പ്രകൃതി വിഭവമാണ് അല്ലേ. അതുപോലെ ഇനിയുണ്ട് പ്രകൃതിയിൽ. കാറ്റാണെന്നുണ്ടെങ്കിൽ തീർന്നു പോവില്ല, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രകൃതി വിഭവമാണ്. ഇനി കൽക്കരി തീർന്നു പോകും അല്ലേ. നമ്മൾ ഉപയോഗിച്ച് ഖനനം ചെയ്തെടുത്ത് തീർന്നു പോകും. പിന്നെയോ ജലം നമ്മൾ ഒരിക്കൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ജലം എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധജലമാണ് ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ പാഴാക്കി കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോകുന്ന ഒരു കാര്യമാണ് ജലം. പിന്നെയോ പ്രകൃതിവാതകവും അതുപോലെ തന്നെ കൂടുതൽ ഉപയോഗിക്കും തോറും തീർന്നു പോകും. സൂര്യപ്രകാശം തീരുന്നതല്ല, വനം തീരുന്നതാണ്. വനം നശിപ്പിച്ച് ഇല്ലാണ്ടാവും. ഓക്കെ, പെട്രോളിയം തീരുന്ന ഒരു വിഭവമാണ്. മണ്ണും അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇരുമ്പയിരും തീരുന്ന ഒരു വിഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടായിട്ട് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ തിരിച്ച് പട്ടിക ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കാലത്തും ലഭ്യമായ വിഭവങ്ങളെ പറയുന്ന പേരാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. പിന്നെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ, ശോഷിക്കുന്ന വിഭവങ്ങൾ അല്ലേ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യൻ്റെ ഒരു വിചാരം എന്താണ്? മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണെന്ന് അല്ലേ. അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയാണ് പ്രകൃതി വിഭവങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യകതകൾ, ഇപ്പം ജനസംഖ്യ വർദ്ധിക്കുന്നതിന് അനുസരിച്ചും പിന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി, പിന്നെ നമ്മുടെ വാർത്താവിനിമയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വ്യവസായവൽക്കരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അമിതമായി വിഭവശോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ അനിയന്ത്രിതമായ ഉപഭോഗം മൂലം നമ്മുടെ വിഭവങ്ങളെല്ലാം ഇല്ലാണ്ടായി തുടങ്ങി. ഇപ്പോൾ നേരത്തെ നൗറൂൽ ഫോസ്ഫേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല പ്രകൃതി വിഭവങ്ങളും ഇപ്പോൾ പ്രകൃതിയിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അശാസ്ത്രീയമായ ചൂഷണമാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഒരു 1992 ബ്രസീലിലത്തെ റയോ ഡി ജനീറോയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നു. അപ്പോൾ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എന്നാണ്? 1992 എവിടെയാണ്? ബ്രസീലിലെ റയോ ഡി ജനീറോയിൽ. ഓക്കെ, അവിടെ സംസാരിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടിയുടെ പേര് സെവൻ കുളിസ് സുസുക്കി എന്നാണ്. കാനഡക്കാരിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഒരു പ്രസംഗത്തിൻ്റെ മൊഴി മാറ്റമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു. വിശക്കുന്ന 1000 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. ഭൂമിയല്ലാതെ അവർക്ക് മറ്റൊരിടമില്ല. അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. എനിക്ക് ശ്വസിക്കാൻ ഭയമാകുന്നു. എനിക്കറിയില്ല എന്തുമാത്രം വിഷലിപ്തമാണ് വായുവെന്ന്. ഞാൻ പുറത്തിറങ്ങാൻ ഭയക്കുന്നു. കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ സുഷിരങ്ങൾ
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കാണാൻ നിങ്ങൾ ബാക്കി വച്ചേക്കുമോ ഈ മഴക്കാടുകളെ, മൃഗങ്ങളെ, പൂമ്പാറ്റകളെ? നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഇങ്ങനെ വിലപിച്ചിരുന്നുവോ? ആകുലപ്പെട്ടിരുന്നുവോ? നിങ്ങൾക്ക് ഇനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ? നിങ്ങൾക്ക് സാൽമൺ മത്സ്യങ്ങളെ തിരികെ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ, മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ നിർത്തൂ, ദയവായി ഇവയെ നശിപ്പിക്കാതിരിക്കൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. ഓക്കെ, ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കുട്ടി ഇതിൽ പറയുന്നത് മലിനീകരിക്കപ്പെട്ട വായു, വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്, പിന്നെന്താ നമ്മുടെ ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ജന്തുജാലങ്ങൾ, അങ്ങനെയുള്ള പല വിഭവങ്ങൾ, അന്യം നിന്ന് പോകുന്ന വിഭവങ്ങൾ, ഇതൊക്കെയാണ് ഈ കുട്ടി ഇതിൽ ആ കുട്ടിയുടെ ആകുലതകളാണ് ആ പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് കുറച്ച് അന്യം നിന്ന് പോയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒരു പക്ഷിയാണ് ഡോഡോ. അത് താമസിച്ചിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിലായിരുന്നു. അത് നമുക്ക് മനുഷ്യന് എന്താ പറയുക, മാംസത്തിന് വേണ്ടിയിട്ട് ആ പക്ഷിയെ ഒരുപാട് കൊന്നൊടുക്കി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ അങ്ങനെ ഒരു പക്ഷിയേ ഇല്ല, ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷിയേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കന്നുകാലി വർഗ്ഗമാണ് അറോച്ച്, അതും ഇപ്പോൾ ഭൂമിയിലില്ല. അതുപോലെ തന്നെ ഏഷ്യൻ ചീറ്റപ്പുലിയും നമ്മളുടെ വിഭവ ചൂഷണം കാരണം നിന്നുപോയ ഒരു ജീവിയാണ്. ഇനി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിയ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചു. ഓക്കെ, ഇവിടെ 4 ചിത്രങ്ങൾ തന്നേക്കാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് അശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ്? ആദ്യത്തെ ചിത്രം നോക്കൂ, അതിൽ ഒരുപാട് വാഹനങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ പെരുകുന്നതോടുകൂടി അതിലൊഴിക്കാനുള്ള ഇന്ധനം, അതായത് പെട്രോളിയം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. അവിടെ അത് നാശത്തിലേക്ക് എത്തിക്കാം. അടുത്തതായിട്ട് നമ്മൾ വനം നശിപ്പിക്കുകയാണ്, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച്, അതായത് വനഭൂമി തരിശു ഭൂമികളായിട്ട് മാറും. പിന്നെ നമ്മളുടെ ഓവറായിട്ടുള്ള ഭക്ഷ്യ ഉപയോഗത്തിനും മറ്റുമായിട്ട് നമ്മൾ ജീവജാലങ്ങളെ കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം നേരത്തെ ഡോഡോ പക്ഷികളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പല ജീവികളും ഇനിയും അന്യം നിന്ന് പോയേക്കാം. അത്രയും കുറച്ച് നമ്പേഴ്സേ അവരുള്ളൂ. അതാണ് ഈ 3ാമത്തെ ചിത്രത്തിലൂടെ അവർ പറയുന്നത്. പിന്നെ പലതും ഖനനം ചെയ്യുന്നത്, മണ്ണായാലും ധാതു ആയാലും, അങ്ങനെ ഒരുപാട് ഖനനം ചെയ്യുന്തോറും ആ സാധനം അവിടെ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ചിത്രത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കണക്ക് പറഞ്ഞേക്കാണ്. അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്തോരം മരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കണക്കാണ് പറയുന്നത്. അതായത് ഓരോ വർഷം ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്താണ്? ഓരോ സെക്കൻഡിൽ ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വനങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ സ്ഥിതി തുടർന്നാൽ 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുകയുള്ളൂ. ഇപ്പോൾ 2020 കഴിഞ്ഞ് 2021 എപ്പോഴും നമ്മളിത് തുടർന്നു പോന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഭൂമിയിലെ പല കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെയാണ് വിഭവ സംരക്ഷണം നടത്തുക? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് വാഹനങ്ങൾ കൂടുന്തോറും ഇന്ധനം വേണം. അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അങ്ങനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ആ കുട്ടി സൈക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ ഊർജ്ജം? നമ്മുടെ സ്വന്തം ഊർജ്ജമാണ് വേണ്ടതല്ലേ. അങ്ങനെ
പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊതുവാഹനങ്ങളെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുള്ളൂ എന്നുള്ള ഒരു ഇതിൽക്കാണ്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ഇനിയും മരങ്ങളും സസ്യങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ചെടികളെയും സസ്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ സൗരോർജ്ജം കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോളാർ പാനലിൻ്റെ ചിത്രമാണ് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സൗരോർജ്ജം എന്ന് പറയുന്ന കാര്യം നമുക്ക് നശിച്ചു പോകുന്നതല്ല, ഉപയോഗിച്ചാലും തീർന്നു പോകുന്നതല്ല, വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് എന്താണ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ പ്രകൃതിദത്തമായിട്ട് പ്രകൃതിക്ക് ദോഷമില്ലാത്ത വസ്തുക്കളും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ജൂൺ 5 എന്താണ്, ലോക പരിസ്ഥിതി ദിനം. ഏപ്രിൽ 22 എന്താണ്, ലോക ഭൗമദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിരിക്കുകയാണ്, അത് നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു അമിത ഉപയോഗത്തിനുള്ള ഒരു പിക്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, കുറേ ലൈറ്റുകൾ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീടോ അങ്ങനെ ഒരു ബിൽഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാണ്ട് കുറേ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ഊർജ സമ്പത്ത്, അത് വിഭവ സമ്പത്ത് എന്താണ്, ഊർജ സമ്പത്താണ്. ഊർജ ഉറവിടങ്ങളാണ് അതിൻ്റെ ഉറവിടങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ, അത് അമിത ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ കൊണ്ടുവരാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക. പിന്നെ എന്താണ്, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളായ എന്തൊക്കെയാണ്, സൂര്യപ്രകാശം, കാറ്റ് മുതലായവ നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുക. അപ്പോൾ ഇതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കുറേ വാഹനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ വായു സമ്പത്ത് നഷ്ടപ്പെടുന്നു, അതായത് അന്തരീക്ഷം മലിനീകരിക്കപ്പെടുന്നു. അതിന് നമുക്ക് എന്തൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താം, ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക, പബ്ലിക് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്തതായിട്ട് കുറേ മരങ്ങൾ വെട്ടി ഒരു വനം തന്നെ നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ നമുക്ക് ഇപ്പുറത്ത് മാച്ച് ചെയ്യാം വനസമ്പത്ത്, വനങ്ങൾ. ഓക്കെ, അപ്പോൾ വനനശീകരണം തടയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന ഒരു മാർഗം. അതായത് തരിശു ഭൂമികളിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ വനനശീകരണം തടയാനായിട്ടുള്ള പ്രധാന വഴി. അടുത്തതായിട്ട് കുറേ വെള്ളം നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജലസമ്പത്ത്, ജലം നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധജലം പാഴാക്കി കളയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബദൽ മാർഗ്ഗം എന്താ, ശുദ്ധജലം പാഴാക്കാതിരിക്കുക, മഴവെള്ള കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ നമ്മളുടെ പലരുടെയും വീട്ടിലുണ്ടായിരിക്കും മഴവെള്ള സംഭരണി, അതൊരു ശുദ്ധജല സംരക്ഷിക്കാനുള്ള മെയിൻ ഒരു ഉപാധിയാണ്. ഓക്കെ, അതാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ വിഭവ സംരക്ഷണവും ഇന്ത്യയിലത്തെ നിയമങ്ങളും. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള വകുപ്പുകളാണ്. ഒന്ന് 48A, പിന്നെ മറ്റൊന്ന് 51AG. അത് നമ്മുടെ ഇന്ത്യൻ പൗരൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, കർത്തവ്യത്തിലാണ് ഈ 51AG വരുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന പഠിക്കുന്നത് നമുക്കതറിയാം, എന്നാലും പറയുന്നു. ഓക്കെ, പിന്നെ അടുത്ത നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം. അടുത്ത നിയമം ജല നിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. ഇതൊക്കെയാണ് ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ. ഒന്ന് ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾസ്, ഒന്ന് 48A, മറ്റൊന്ന് 51AG. ഓക്കെ, പിന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം.
പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടായ ഒരു ജനമുന്നേറ്റം 1999 എന്താണ് സ്ഥാപിച്ചത്? ആ ജനമുന്നേറ്റത്തിലൂടെ ജല അതോറിറ്റിയാണ് എന്താണ് സ്ഥാപിച്ചത്. ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും പല ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും സ്ഥാപനങ്ങളും നിലവിൽ വന്നു. ഓക്കെ. ഉദാഹരണത്തിന് ഒന്ന് നെൽവയൽ സംരക്ഷണ നിയമം, അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇതൊക്കെ കേരളത്തിൽ നിലവിൽ ഉള്ളതാണ്. ഓക്കെ. ഇനി എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ള വിഭവങ്ങളുള്ള ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ നമ്മളൊക്കെ, അതായത് ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആ സമീപനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വായിച്ച് പറയാം. അതായത് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെയാണ് വിളിക്കുന്നത്? സുസ്ഥിര വികസനം. അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ ഒരു കോട്ട് ഇവിടെ നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളത് ഇല്ലതാനും. അതാണ് ഗാന്ധിജി പറയുന്നത്. ഇതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര വികസനത്തിലൂടെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതായത് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ. അതാണ് സുസ്ഥിര വികസനം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അമിതമായി ഉപയോഗിക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അതായത് ഉപയോഗം കുറയ്ക്കുക. പിന്നെ അവ പുനരുപയോഗിക്കുക. അത് പുനഃചംക്രമണം പോലെ തന്നെ പുനരുപയോഗിക്കുക. ഉപയോഗിച്ച സാധനം നശിപ്പിച്ച് കളയാണ്ട് പുനരുപയോഗിക്കാൻ പറ്റുന്നതൊക്കെ പുനരുപയോഗിക്കുക. ഓക്കെ. ഇനി സുസ്ഥിര വികസനത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മളുടെ നിത്യജീവിതത്തിൽ ഒന്ന്, അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അടുക്കളയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് ആയിട്ടുള്ള ആ വെള്ളം ചെടികൾ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ പൊതുസ്ഥലങ്ങളിൽ കൂടുതലായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. പിന്നെ മഴവെള്ളക്കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക. മഴവെള്ള സംഭരണി. ഓക്കെ. പിന്നെന്താണ്? പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണി സഞ്ചികൾ ഉപയോഗിക്കുക. അത് നമ്മളുടെ പ്രകൃതിയെ ദോഷം ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം കുറയ്ക്കും ഈ തുണി സഞ്ചികൾ ഉപയോഗിക്കുന്നതിലൂടെ. ഓക്കെ. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കുട്ടിയുടെ ഇതാണ് പറയുന്നത്, ഞാൻ ഇന്നു മുതൽ എന്തൊക്കെ ചെയ്യും? ലൈറ്റുകളും ഫാനുകളും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. അങ്ങനെ നമുക്ക് ഊർജ്ജം സംരക്ഷിക്കാം. ഗുണമേന്മയുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാം. പിന്നെ സാധാരണ ബൾബുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കാം. അതിലൂടെയൊക്കെ നമുക്ക് നമ്മളുടെ ഊർജ്ജ സംരക്ഷണം നടത്താൻ കഴിയും. ഓക്കെ. പിന്നെ പുനരുപയോഗപ്പെടുത്താൻ പറ്റുന്ന വസ്തുക്കളായിട്ടുള്ള പേപ്പർ, കുപ്പി, തുണിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ. അത്യാവശ്യത്തിന് മാത്രം നമ്മൾ വിഭവങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയിലേക്ക് മടങ്ങാം, സംരക്ഷിക്കാം, ഓരോ ചെറു കാൽവെപ്പുകളിലൂടെയും വലിയ മാറ്റങ്ങൾക്കായി കാതോർക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചു വിഭവങ്ങൾ എന്തൊക്കെയാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. പിന്നെ നമ്മൾ വിഭവ ശോഷണത്തെക്കുറിച്ച് പഠിച്ചു, എങ്ങനെ അവയൊക്കെ സംരക്ഷിക്കാം എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് സംഗ്രഹത്തിലൂടെ പോവാം. എന്താണ് വിഭവം? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് വിഭവങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടാത്തവ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമായതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം, കാറ്റ്, പിന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജം, അങ്ങനെയൊക്കെ. അതൊക്കെ അവയെ നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നവ എന്ന് പറയാം. ഓക്കെ. ഇനി ചിലത് ഉപയോഗത്തിനനുസരിച്ചിട്ട് തീർന്നു പോകും. അവയെ നമ്മൾ എന്ത് പറയും? പുനഃസ്ഥാപിക്കപ്പെടാത്തവ എന്ന് പറയും. എക്സാമ്പിൾ കൽക്കരി, പെട്രോളിയം, ധാതു വിഭവങ്ങളൊക്കെ. ഓക്കെ.
അടുത്തതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? അനിയന്ത്രിതമായ ഉപഭോഗം മൂലം സംഭവിക്കുന്ന വിഭവങ്ങളുടെ അളവിലും ഗുണനിലവാരത്തിലുമുള്ള കുറവാണ് എന്ത്? വിഭവ ശോഷണം. ഇനി വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത്? വിഭവ സംരക്ഷണം. ഓക്കെ. ഇനി സുസ്ഥിര വികസനം എന്താണ്? വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനമാണ് എന്ത്? സുസ്ഥിര വികസനം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ 6th സ്റ്റാൻഡേർഡിലത്തെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി പാർട്സൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ മുതൽ ഹിസ്റ്ററി പാർട്സ് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റുള്ളവർക്കായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. താങ്ക് യു.